CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ ഡോക്ടറെ ആക്രമിച്ച കേസിൽ 4 സ്ത്രീകൾ പോലീസിന്റെ പിടിയിൽ. പ്രസവാനന്തരം മരിച്ച രോഗിയുടെ ബന്ധുക്കളാണ് പിടിയിലായത്. ജില്ലാ ആശുപത്രിയിലെ സീനിയർ വനിതാ ഡോക്ടറെ ക്ലിനിക്കിലെത്തി മർദ്ദിക്കുകയായിരുന്നു. വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ പ്രചാരണ പരിപാടിക്കെത്തിയ ശശി തരൂർ MPയുടെ വാഹനം തടഞ്ഞ് ഗൺമാനെ കയ്യേറ്റം ചെയ്തതായി പരാതി. തിരുവാലി ചെല്ലിത്തോട് പാലത്തിനു സമീപത്ത് വച്ചാണ് സംഭവം. മണ്ണാർക്കാട്ടെ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് മുന്നോടിയായി കടുത്ത നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമായി പോലീസ്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മണ്ണാർക്കാട് CI അഷ്റഫാണ് ക്രമീകരണങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നഗരത്തിൽ പ്രത്യേക മേഖലകൾ തിരിച്ചു നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ ഡോക്ടറെ ആക്രമിച്ച കേസിൽ 4 സ്ത്രീകൾ പോലീസിന്റെ പിടിയിൽ. പ്രസവാനന്തരം മരിച്ച രോഗിയുടെ ബന്ധുക്കളാണ് പിടിയിലായത്. ജില്ലാ ആശുപത്രിയിലെ സീനിയർ വനിതാ ഡോക്ടറെ ക്ലിനിക്കിലെത്തി മർദ്ദിക്കുകയായിരുന്നു. കോട്ടപ്പാടം സ്വദേശികളായ ജുമൈല, ഷഹർബാൻ, ഖദീജ, ആനമങ്ങാട് സ്വദേശി ആസിയ തുടങ്ങിയവരാണ് പിടിയിലായത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സീനിയർ വനിതാ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിനി ജലീലിനെ പർദ്ദ ധരിച്ച് മുഖംമൂടിയെത്തിയ സംഘം ക്ലിനിക്കിലെത്തി മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഡോക്ടർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 19-ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രസവിച്ച സ്ത്രീയെ പ്രസവാനന്തര രക്തസ്രാവത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇവർ 23-ന് മരിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇവർ ഡോക്ടറെ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. മണ്ണാർക്കാട്ടെ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് മുന്നോടിയായി കടുത്ത നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമായി പോലീസ്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മണ്ണാർക്കാട് CI അഷ്റഫാണ് ക്രമീകരണങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നഗരത്തിൽ പ്രത്യേക മേഖലകൾ തിരിച്ച് നൽകിയിട്ടുണ്ട്. നമ്മുടെ മണ്ണാർക്കാട് നമ്മുടെ ഈ വർഷത്തെ ഇപ്രാവശ്യത്തെ 2026 കേരള നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ചിട്ടുള്ള കൊട്ടിക്കലാശം 7-ാം തീയതിയാണ് നമുക്ക് കൊട്ടിക്കലാശം, അതായത് പ്രചരണത്തിന്റെ അവസാന ദിവസം. അപ്പൊ ആയതിലേക്ക് നമ്മൾ കുറച്ച് മുന്നൊരുക്കങ്ങൾ, ഒരു ലാൻഡ് വിഷയം ഉണ്ടാവാതിരിക്കുന്നതിനും ഒരു പരസ്പര ധാരണയോടുകൂടി പോകുന്നതിനും മറ്റുമായിട്ട് നമ്മളിന്നൊരു ഓൾ പാർട്ടി മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അവിടെ സംയുക്തമായി കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനപരം നടത്തുക എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഉദ്ദേശം. അപ്പൊ അതിലേക്ക് ഈ കൊട്ടിക്കലാശത്തിനോടനുബന്ധിച്ചിട്ട് നമ്മൾ മണ്ണാർക്കാട് മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പാർട്ടിക്കും പ്രത്യേകമായി കൊട്ടിക്കലാശത്തിന്റെ സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മളിപ്പം സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുത്തതിൽ UDFന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അവിടെ ഇമേജ് എന്നുള്ള ഒരു സ്ഥാപനമുണ്ട്. ഒരു പമ്പിന്റെ അവിടെ ഇമേജ് അവരുടെ പമ്പുണ്ട്. അവിടെ മുതൽ PWD ഓഫീസിന് മുന്നിലുള്ള മറ്റൊരു പെട്രോൾ പമ്പുണ്ട്. അത്രയും ഭാഗമാണ് നമ്മൾ UDFന് കൊടുക്കുന്നത്. UDSFന് ലീഗും മറ്റു കാര്യങ്ങൾ അവർ അതിനുള്ളിലാണ് അവരുടെ പ്രകടനങ്ങൾ, അതായത് ആഹ്ലാദ പ്രകടനം നടത്തേണ്ടത്. നമ്മൾ റോഡിന്റെ ഒൺ സൈഡ് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഒരു സൈഡ് കൂടെ വാഹനങ്ങൾ പരമാവധി കടത്തിവിടാൻ ശ്രമിക്കും. പിന്നെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് LDFന് കൊടുത്തിരിക്കുന്നത് CPMന്റെ ഓഫീസ്, നമ്മുടെ പാർട്ടി ഓഫീസ് ഇവിടെയുണ്ട്. ആ പാർട്ടി ഓഫീസ് മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് നമ്മൾ LDFന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് BJP കൊടുത്തിരിക്കുന്ന നമ്മളെ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന BJPയുടെ ഓഫീസുണ്ട്. BJPയുടെ ഓഫീസ് മുതൽ ആൽത്തറ ജംഗ്ഷൻ വരെയാണ് നമ്മൾ BJPക്ക് വേണ്ടിയിട്ട് കൊട്ടിക്കലാശിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. പിന്നെ SDPIക്ക് നമ്മൾ പമ്പ്, നമ്മുടെ നെല്ലിപ്പുഴ ഭാഗത്ത് അവിടെ പമ്പുണ്ട്. അവിടെ മുതൽ നെല്ലിപ്പുഴ വരെയുള്ള ഭാഗങ്ങൾ SDPIക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് നിർദ്ദേശങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു കാരണവശാലും ഒരു പാർട്ടിയുടെ പരിപാടി നടക്കുന്ന പ്രകടനത്തിനിടയിലേക്ക് മറ്റൊരു പാർട്ടിക്കാർ കടന്നു കയറാൻ പാടുള്ളതല്ല. പിന്നെ അതിൽ ചെറിയൊരു നമ്മൾ വൈരുദ്ധ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 4:30 മുതൽ കൃത്യം 6 മണി വരെയാണ് അറിയാലോ നമ്മൾ സമാപിക്കേണ്ടത്. കൃത്യം 6 മണിക്കാണ് സമാപിക്കേണ്ടത്. 4:30 ഇവിടെ ടൗണിലേക്ക് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേ ബി ചിലപ്പോൾ അവർ 3:30 മുതലൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ് നിശ്ചയിച്ച സ്ഥലത്ത് കൂടെ തന്നെ മറ്റുള്ള പാർട്ടിക്കാരും കടന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് നമ്മളെല്ലാ പാർട്ടിയും സംയുക്തമായി തീരുമാനിച്ചാൽ പോലീസും അതാത് പാർട്ടിക്കാരും മറ്റുള്ള പാർട്ടിക്കാർ കടന്നു വന്നാൽ അവരെ കടത്തി മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാതെ അവരെ കടത്തിവിട്ട് അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് സംയുക്തമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ മറ്റ് പ്രധാന 2-3 തീരുമാനങ്ങൾ എന്ന് പറയുന്നത്,
ജുവനൈൽ റൈഡിംഗ് ഏതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അത് അതാത് പാർട്ടിക്കാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ ബൈക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതാത് പാർട്ടിക്കാർ ശ്രദ്ധിച്ചുകൂടാ. അല്ലാത്ത പക്ഷം നമ്മളതിന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരും കണ്ടന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളവരെ ശ്രദ്ധയപ്പെടുന്ന പക്ഷം അത്തരത്തിലുള്ള വാഹനങ്ങൾ അനുവദിക്കുന്നില്ല. അതുപോലെ ട്രിപ്പിൾ റൈഡിംഗ് അത് അനുവദിക്കുന്നില്ല. സൈലൻസർ പൊളന്നിട്ടുള്ള ശബ്ദ മലിനീകരണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവർ തന്നെ മുന്നോട്ട് വെച്ചൊരു നയമാണ്. ഞാനത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചൊരു സംഭവം അതാണ്. കാരണം അത് ഒരു സൈലൻസർ പൊട്ടി പൊളിഞ്ഞ് അത് 2-3 എണ്ണം മറ്റുള്ളവർക്ക് ശല്യമായി പോകുമ്പോൾ പൊതുജനങ്ങൾക്ക് തന്നെ ഒരു വികാരം ഉണ്ടാകുമ്പോൾ ഈ ഒരു പാർട്ടിക്കാർ അങ്ങനെയാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അത് അവർക്കും ഉള്ളതുകൊണ്ട് തന്നെ അവർ തന്നെ മുന്നോട്ട് വെച്ചതാണ് അത്തരത്തിലുള്ള വാഹനങ്ങൾ അനുവദിക്കില്ല. അപ്പൊ അങ്ങനെ കണ്ടാൽ നമുക്ക് അതിന്റെ ഇടയിൽ കയറി നമുക്കൊരു കാര്യം ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും അത്തരത്തിലുള്ള വാഹനങ്ങളുടെ നമ്പർ ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് നിയമ നടപടികൾ സ്വീകരിക്കും എന്നുള്ള വെച്ചിട്ടുണ്ട്. അത് അതൊക്കെ കണ്ട് തന്നെ അംഗീകരിച്ചതാണ്. CCN മണ്ണാർക്കാട്. മുസ്ലിം ലീഗ് വിട്ട മുൻ ട്രഷററും STU ജില്ലാ വൈസ് പ്രസിഡന്റുമായ നാസർ പാത്താക്കര CPM-ൽ ചേർന്നു. MLA കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ മണ്ഡലത്തിൽ ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടാവില്ലായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഞാനിത് മാറുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പ്രമുഖരായ എൻ്റെ സുഹൃത്തുക്കളോടും മറ്റു ബന്ധപ്പെട്ടവരോടൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ അഭിപ്രായങ്ങളും തേടിയാണ് ഞാൻ CPM-ലേക്ക് ചേക്കേറാൻ ഇടയായത്. ഒരു ഏകാധിപത്യ സമീപനം ഒരു സാധാരണക്കാരനെ ഉൾക്കൊള്ളാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് സാധിക്കുന്നില്ല. അതിൽ പല ആളുകളുമുണ്ട്. അവരിങ്ങനെ പ്രവർത്തിക്കുക എന്നല്ലാതെ ഒരു ന്യായമായ കാര്യങ്ങൾ ചെയ്യാനോ ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ അവരും കൂടി ചേർന്നിട്ട് സംഘടന കൊണ്ടുനടക്കണമെന്ന് ആർക്കും ഉദ്ദേശമില്ല. ഒരു വെട്ടിനിരത്തൽ സംഭവമാണ് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നടക്കുന്നത്. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അതാണ് ഇതിന് എനിക്കുണ്ടായ പ്രയാസം. പാർട്ടി നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുസ്ലിം ലീഗ് പാർട്ടി തിരിച്ചെടുക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. പ്രതിഷേധിച്ചോ മറ്റാണോ ഈ? അല്ല, നടപടി സ്വാഭാവികമായിട്ടും സംശയങ്ങൾ വരുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ. ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റിൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് അലിഖാക്കുണ്ട്. അങ്ങനെ 9 ആൾക്കുണ്ട്. അവരൊക്കെ ചെയ്ത കുറ്റം എന്താണെന്ന് അവർ തെളിയിക്കട്ടെ. യാതൊരു കാരണവുമില്ലാതെ ചന്ദ്രിക പേപ്പറിൽ വിടുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വിടുകയും ചെയ്തു. ഒന്ന് വിളിച്ചു ചോദിക്കണ്ടേ? അതിൻ്റെ കാരണം, എൻ്റെ കാരണം ഞാൻ നിങ്ങളോട് ബോധിപ്പിക്കുകയാണ്. ഞാൻ അവരോട് കരഞ്ഞ് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യക്കോ എനിക്കോ സീറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. എന്നെ പ്രവർത്തനത്തിന് നടക്കി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പ്രാദേശികമായ ചില ആൾക്കാർ ഞാൻ ഇറങ്ങാതെ തന്നെ 3 വാർഡ് ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞു. അത് പാർട്ടി പ്രസിഡന്റിന് അറിയാലോ. ഇവിടുത്തെ അയാൾ ഇടപെട്ടപ്പോൾ അവർ പറഞ്ഞ മറുപടി അതാണല്ലോ. അപ്പോൾ അതൊന്നും ഒരു ശരിയായ നിലപാടല്ല. എന്നാൽ അങ്ങനെ കഴിവുള്ളവരാണെങ്കിൽ ആ സ്ഥാനാർത്ഥിനെ അവർ വിജയിപ്പിക്കണ്ടേ? പാതാക്കര നാസർ ഇല്ലാതെ തന്നെ. അപ്പോൾ തോറ്റാൽ എൻ്റെ മേലേക്ക് അതിൻ്റെ എല്ലാ ഭാരം ചുമക്കുക, അത് ശരിയല്ല. അവർ സ്ഥാനാർത്ഥിനെ നിർത്തിയാൽ അവർ വിജയിപ്പിക്കുകയും വേണം. അതെല്ലാം തോറ്റാൽ ഞാൻ അതിൻ്റെ കാരണക്കാരൻ പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, നടപടി എന്ന് പറയാൻ കാരണം അതിൽ ചില ആൾക്കാർ ഒരു ദുർവാശി പിടിച്ചത് കൊണ്ട് മാത്രമാണ് വാസ്തവം ഉണ്ടായത്. യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പലർക്കും അറിയാം എന്താ അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന്. ഒരു ഇലക്ഷൻ വരുമ്പോൾ ചില ആൾക്കാർ, പ്രവർത്തകരെ, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞുനാളിൽ ഈ നായടിക്കുന്ന പ്രദേശത്ത് ഇവിടുത്തേക്കറിയാം. ചെറുപ്പം മുതലേ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി എൻ്റെ ജീവിതകാലം കഠിനാധ്വാനം, എൻ്റെ പണിയും പോലും ഉപേക്ഷിച്ച ആളാണ്. ഞാനൊരു ഇലക്ട്രീഷ്യനായിരുന്നു. ബാപ്പുജിൻ്റെ കാലത്ത് ഞാൻ ഈ ഹരിത രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ കൈകളിലാണ്, അവർക്ക് ചില ആളെ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ഒന്നും നടക്കണ്ട. ഈ പാർട്ടിനെ തകർത്ത് കളയുന്ന രീതിയിലുള്ള സമീപനമാണ് ഈ പ്രദേശവാസികൾ ചെയ്യുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ മുനിസിപ്പൽ നേതൃത്വമുണ്ട്. ഇവിടുത്തെ ലീഗിന്റെ മുനിസിപ്പൽ നേതൃത്വമാണോ താങ്കളോടൊപ്പമുള്ള ആളുകളെ അവഗണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരോട് പലപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് അന്വേഷിക്കുകയും പിടിക്കുകയും ഒത്തുതീർപ്പാക്കി എന്താ പ്രയാസം എന്നുള്ളത് ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ല. CCN മണ്ണാർക്കാട്. തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും വലിയ പിന്തുണയാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ഒറ്റപ്പാലം മണ്ഡലം LDF സ്ഥാനാർത്ഥി K പ്രേംകുമാർ. നാടിന്റെ സമഗ്ര മേഖലയെയും സ്പർശിക്കുന്ന വികസന തുടർച്ചയാണ് ലക്ഷ്യമെന്നും പ്രേംകുമാർ പറഞ്ഞു. ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാ മേഖലയിലുള്ള ആളുകൾ
എന്നോട് ചിലർ പറഞ്ഞത് ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്, ചിലർ പറഞ്ഞത് ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഇത്തവണത്തെ എൻ്റെ വോട്ട്, എൻ്റെ വീട്ടുകാരുടെ വോട്ട് LDFനാണ്. കോൺഗ്രസിന്റെ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ രീതി അംഗീകരിക്കാനാവില്ല എന്ന് പരസ്യമായും രഹസ്യമായും ഒക്കെ ആളുകൾ പറയുകയുണ്ടായി. ഞാൻ അത് മാത്രം വിശ്വസിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രവർത്തിക്കുകയല്ല. പൊതുവിലൊരു നല്ല പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആളുകളെ കാണുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വളരെ സത്യസന്ധമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഒറ്റപ്പാലത്തിനൊരു കാഴ്ചപ്പാടുണ്ടാവും. കഴിഞ്ഞ 5 വർഷത്തെ ഒരു കാഴ്ചപ്പാട് പൂർത്തീകരിച്ചു മനസ്സോടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയൊരു കാഴ്ചപ്പാട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഒറ്റപ്പാലത്തിന് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? അല്ല, മാറ്റം എന്ന് പറയുന്ന ഒന്നിന്റെ തുടർച്ചയാണ്. അപ്പൊ ഞാൻ പറയാം, എനിക്ക് തൊട്ട് മുമ്പ് MLA ആയിരുന്ന ഉണ്ണിയേട്ടന്റെ സമയത്ത് ആഗ്രഹിച്ചതും തുടങ്ങി വെച്ചതുമായിട്ടുള്ള പല പ്രവൃത്തികളും നമുക്ക് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തീകരിക്കാനും സാധിക്കേണ്ടായി. നമ്മുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 5 കൊല്ലം ഒട്ടേറെ പുതിയ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാനും അതിൽ പലതും പൂർത്തീകരിക്കാനും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ കഴിയണം. അതോടൊപ്പം പുതിയവ തുടങ്ങാനും കഴിയണം. വിഷൻ 2031 എന്ന് പറഞ്ഞ് ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFന്റെ ഈ വർഷത്തെ പ്രകടന പത്രികയുടെ അതിന്റെ പ്രകാശനം നടത്തുകയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഒരു ജനവിഭാഗത്തെയും ഒഴിവാക്കാതെ എല്ലാവരിലേക്കും, നാടിന്റെ എല്ലാ മേഖലയിലേക്കും ക്ഷേമവും വികസനവും എത്തിക്കാനുള്ള പരിശ്രമമാണ് നടത്തുക. അതിൽ ഞാനിങ്ങനെ ഓരോന്നോരോന്നായി പ്രത്യേകം പറയുന്നത് ഒരു ഗുണകരമാവില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ടൂറിസം രംഗത്തെ സാധ്യതകളുണ്ട്. ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് ഉൾപ്പെടെയുള്ള പശ്ചാത്തല മേഖലയിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്ത സാംസ്കാരിക രംഗത്ത്, കായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ ശ്രദ്ധയോടുകൂടി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനും ചെയ്യാനും പൂർത്തീകരിക്കാനും സാധിക്കുമെന്നുള്ളതാണ് പൊതുവിൽ പറയാനുള്ളത്. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് മണ്ഡലത്തിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി N. ഷംസുദ്ദീൻ MLA. കേരളം ഭരിക്കുന്നത് വേഗത കുറഞ്ഞ സർക്കാരാണെന്നും പദ്ധതികളുടെ മന്ദഗതിയിലുള്ള പോക്കിന് കാരണം ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നും MLA കുറ്റപ്പെടുത്തി. നമ്മൾ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇപ്പോ ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് ചോദിക്കുന്നവർക്ക് ജനം മറുപടി നൽകുമെന്ന് മാത്രമേ എനിക്കതിന് പറയാനുള്ളൂ. നമ്മുടെ ആസ്ഥാന പട്ടണം പഴയ പോലെയല്ല. കുന്തിപ്പുഴയ്ക്ക് പുതിയ പാലം വന്നത്, നഗരം വികസിച്ചത്, അട്ടപ്പാടിയിൽ കോളേജ് ഉണ്ടായത്, തിരുവിഴാംകുന്നിൽ കോളേജ് ഉണ്ടായത്, നാട്ടിലെ എല്ലാ റോഡുകളും റബ്ബറൈസ് ചെയ്തത്. ഇപ്പൊ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന 2 പണി വേഗത കുറഞ്ഞു എന്നതാണ് MLAക്കെതിരെയുള്ള ആകെ ആക്ഷേപം. വേഗത കുറഞ്ഞതിന് ഞാനല്ല ഉത്തരവാദി. പറ്റ വേഗത കുറഞ്ഞൊരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. അവരുടെ കുഴപ്പം കൊണ്ടാണ്, അവരുടെ പോരായ്മ കൊണ്ടാണ് അതിന് വേഗത കുറഞ്ഞത്. അത് MLAയുടെ തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ മണ്ണാർക്കാട്ടെ ജനങ്ങളെ നിങ്ങൾ അങ്ങനെ ചെറുതായി കാണരുത്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം, ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് അത്രയേ പറയുന്നുള്ളൂ, ദീർഘിപ്പിക്കുന്നില്ല. 15 കൊല്ലക്കാലം നമ്മൾ ഒരുമിച്ചാണ് കഴിഞ്ഞത്. നമുക്കെല്ലാവർക്കും കൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പൊ ഇവിടെ തന്നെ ഏതൊരു സ്പോട്ടിൽ ചെന്നാലും, ഞങ്ങൾ ഈ പരിപാടിയുമായി കുറച്ച് ദിവസമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ ചെന്നാലും കുറെ നന്മകൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇപ്പൊ ബംഗ്ലാവ് പള്ളിക്കുന്ന് റോഡ് 1.5 കോടി രൂപക്ക് നമ്മൾ നവീകരിച്ചാണ്. ചീരക്കുഴി സൗത്ത് പള്ളിക്കുന്ന് റോഡാവട്ടെ, ചേരിങ്ങൽ ഉന്നതിയിൽ നടത്തിയ വികസനങ്ങളാവട്ടെ, ചുങ്കം സൗത്ത് പള്ളിക്കുന്ന് റോഡാകട്ടെ, ശാന്തിവായിക്കൽ 4 സെന്റ് കോളനി റോഡാവട്ടെ, ഇവിടുത്തെ GMU LP സ്കൂളിൽ നടത്തിയ വികസനങ്ങളാവട്ടെ, ഇവിടുത്തെ മിനി സ്റ്റേഡിയത്തിൽ നടത്തിയ വികസനങ്ങളാവട്ടെ, തെക്കേക്കര റോഡ് പോലുള്ള ചെറിയ റോഡുകൾ നവീകരിച്ചതാവട്ടെ, ബംഗ്ലാവ് സൗത്ത് പള്ളിക്കുന്ന് സെന്റർ എന്നിവിടങ്ങളിലൊക്കെ സ്ഥാപിച്ച മണ്ണാർക്കാട് നിലാവിന്റെ ഭാഗമായ ഹൈമാസ്റ്റ് ലൈറ്റുകളാവട്ടെ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഒരു സ്വീകരണ കേന്ദ്രത്തിൽ ചെന്നാൽ ഒരു 10 വികസനങ്ങളെങ്കിലും എണ്ണിപ്പറയാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ തമ്മിലുള്ള സഹകരണത്തിന്റെ, നമ്മൾ തമ്മിലുള്ള യോജിച്ച പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല ചിഹ്നങ്ങൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് CCN മണ്ണാർക്കാട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ പ്രവാസി വോട്ടർമാർ നിർണായക പങ്ക് വഹിക്കും. ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 41,962 പ്രവാസി വോട്ടർമാരാണ് ഇത്തവണ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്.
ജില്ലയിലെ ആകെ പ്രവാസി വോട്ടർമാരിൽ 37,055 പേർ പുരുഷന്മാരും 4,906 പേർ സ്ത്രീകളുമാണ്. കൂടാതെ ഒരു ട്രാൻസ്ജെൻഡർ വോട്ടറും പട്ടികയിലുണ്ട്. മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 9,405 പ്രവാസി വോട്ടർമാരുള്ള തിരൂർ മണ്ഡലമാണ് ജില്ലയിൽ ഒന്നാമത്. ഏറ്റവും കുറവ് പ്രവാസി വോട്ടർമാരുള്ളത് ഏറനാട് മണ്ഡലത്തിലാണ്. 782 പേർ മാത്രമാണ് ഇവിടെ പട്ടികയിലുള്ളത്. CCN മലപ്പുറം. വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ പ്രചാരണ പരിപാടിക്കെത്തിയ ശശി തരൂർ MP വാഹനം തടഞ്ഞ് ഗൺമാനെ കയ്യേറ്റം ചെയ്തതായി പരാതി. തിരുവാലി ചെള്ളിത്തോട് പാലത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം. രണ്ട് വാഹനങ്ങളിലായാണ് MP-യും സംഘവും പ്രചാരണ സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. ചെള്ളിത്തോട് പാലത്തിന് സമീപം എത്തിയപ്പോൾ മറ്റൊരു വാഹനത്തിലെത്തിയ സംഘം MP-യുടെ വാഹനം തടയുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഗൺമാൻ നൽകിയ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു. വാഹനം തടഞ്ഞതിന് പിന്നാലെ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ MP-യുടെ ഗൺമാനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണയിൽ ഡോക്ടറെ ആക്രമിച്ച കേസിൽ 4 സ്ത്രീകൾ പോലീസിന്റെ പിടിയിൽ. പ്രസവാനന്തരം മരിച്ച രോഗിയുടെ ബന്ധുക്കളാണ് പിടിയിലായത്. ജില്ലാ ആശുപത്രിയിലെ സീനിയർ വനിതാ ഡോക്ടറെ ക്ലിനിക്കിലെത്തി മർദ്ദിക്കുകയായിരുന്നു. വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ പ്രചാരണ പരിപാടിക്കെത്തിയ ശശി തരൂർ MP-യുടെ വാഹനം തടഞ്ഞ് ഗൺമാനെ കയ്യേറ്റം ചെയ്തതായി പരാതി. തിരുവാലി ചെള്ളിത്തോട് പാലത്തിനു സമീപത്ത് വച്ചാണ് സംഭവം. മണ്ണാർക്കാട്ടെ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് മുന്നോടിയായി കടുത്ത നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമായി പോലീസ്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മണ്ണാർക്കാട് CI അഷറഫാണ് ക്രമീകരണങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നഗരത്തിൽ പ്രത്യേക മേഖലകൾ തിരിച്ചു നൽകിയിട്ടുണ്ട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.